കാക്കുവോ എനിക്ക് എന്നോട് എന്തേലും ദേഷ്യമുണ്ടോ? എന്തിന്? ഞാൻ ഇപ്പൊ കല്യാണം വേണ്ട പറഞ്ഞീന്. അന്റെ നന്മക്ക് വേണ്ടല്ലേ എപ്പി ആളിയേക്കും പറഞ്ഞത്. ആളിയൊക്കെ നല്ലല്ലാത്ത കൊണ്ടുവരും. അതുകൊണ്ടല്ല കാക്കുവോ, കാക്കു പറഞ്ഞില്ല ഞാൻ ഓനെ കാത്തിക്കുകയാണെന്ന്. ഞാൻ ഓനെ കാത്തിരിക്കണമെന്നില്ല. എനിക്ക് ആദ്യം ഓനോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഓനോട് ഇഷ്ടമില്ല. ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ല. എനിക്ക് 2-3 കല്യാണം വന്നപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞതാണ് അവന്റെ വീട്ടുകാരെയും കൊണ്ട് ഇവിടെ വന്നാണ്ട് അന്വേഷിക്കാൻ. ഓൻ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. ഓൻ ഒഴിഞ്ഞു മാറുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതന്നെ ഞാൻ എന്നോട് പറഞ്ഞതേ. ഞാൻ അവന്റെ കൂട്ടുകാരോട് അന്വേഷിച്ചതാണ്. ഓർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ല. ഈ ഓന് സമ്മതിച്ചാലും അവന്റെ വീട്ടുകാര് സമ്മതിക്കില്ല. ഓലൊക്കെ പൈസക്കാരാണ്. നമ്മൾ പാവങ്ങളല്ലേ. കാക്കു പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓൻ ഒഴിഞ്ഞു മാറുകയാണെന്നുള്ളത്. പണമാണ് എല്ലാത്തിനും വലുത്. എന്തായാലും കാക്കു, എനിക്ക് പഠിച്ച് എന്തെങ്കിലും ഒരു ജോലി വേണം. ഞാൻ ആരും ധിക്കരിച്ചിട്ടൊന്നല്ല കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ട്. നമുക്ക് അളിയെ കൊണ്ട് പറഞ്ഞോക്കാം. അളിയൊക്കെ സംസാരിച്ചോളും. അങ്ങനെ എനിക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താ പോരെ. അതുകൊണ്ടാണ് കാക്കു ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. ഇപ്പാക്കും അളിയാക്കാക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും. ഇജ്ജ് ഇവിടെ നിക്ക എത്തങ്ങൾ രണ്ടാളോടും പറയണു. ഓള് പറയാ ഇപ്പാക്കും അളിയക്കാക്കും ഓളോട് ദേഷ്യമുണ്ട്. എന്തിന്? അന്ന് കല്യാണത്തിനോട് സമ്മതിച്ചിട്ടില്ലല്ലോ. അതിനെ അത് പോളോ അഭിപ്രായം പറഞ്ഞല്ലേ. ആരിപ്പൊ നിർബന്ധിച്ചപ്പന്നെ? കല്യാണത്തിനോട് സമ്മതമില്ലായൊന്നുമില്ല. ഓള് പറയണ പഠിക്കണം, പഠിച്ചിട്ട് ജോലി വേണം, എന്നിട്ട് കല്യാണം മതി എന്നാ പറയണത്. അത് ശരി, ഓളിപ്പോ അതാപ്പ പറയണത്. അതിലിപ്പോ നമുക്ക് ഇപ്പാനോട് ചോദിച്ചോടെ ഇപ്പണ്ടല്ലോ അവിടെ. വരി വാടാ നമുക്കൊന്ന് ചോദിച്ചോക്ക. ഇപ്പല്ലേ മാറ്റിനോട്. ആ അതാ ഇപ്പാ ഇപ്പാ എന്താണ്? ഇവിടെ നിന്നാണേ, ഞാനൊന്ന് പുറത്തു പോയി വരാം. എല്ലാരും കാര്യണ്ട്. വരി. എന്താ എന്താണ് കുട്ടിയെ വേഗം പറയേ. എനിക്ക് അർജന്റായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ഇക്കൊരു കല്യാണക്കാരൻ പറഞ്ഞിട്ടില്ല സജനാന്റെ. അത് ഓൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഓള് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് മതി എന്നാണ് ഓള് പറയണത്. അല്ലെ നിങ്ങൾ അളിയനോടൊന്ന് ചോദിച്ചിട്ടേ ഓളോട് സംസാരിക്കാൻ പറയും. ഓല് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. അതിനൊക്കെ ഓ സമ്മതിച്ചോ. കാരണം നമ്മൾ അമീത് കൊടുക്കുന്നതല്ലേ. ഓന്റെ ചങ്ങാതിയല്ലേ. ഓ നല്ലതല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകില്ലല്ലോ. അമീദിന്റെ സ്വഭാവം നമ്മക്കറിയില്ലേ. അമീദിന്റെ ഉമ്മാന്റെ സ്വഭാവമായിട്ട് അമീദിന് കിട്ടിക്കൂടെങ്കിൽ എന്റെ കുട്ടിന്റെ അവസ്ഥ എന്താ? കാരണം ഓന്റെ ചങ്ങായി അല്ലേ. ഓരോ മോശപ്പെട്ട കൂട്ടുകെട്ടോ ഏതായാലും ഓനക്ക് ഉണ്ടാവില്ല. അത് നമുക്കേ അമീദിനോട് സംസാരിച്ചിട്ടേ എന്താച്ചാ തീരുമാനിക്കാം. ഞാനൊന്ന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. ആ മൈമുട്ടിയെ തെങ്ങ് തുറന്നോക്കെ നന്നായി. പണ്ടത്തെ പോലെ തേങ്ങ ഒന്നും ഇല്ല ഇപ്പൊ. വളമൊക്കെ ഇട്ടത് നന്നായിരുന്നു. ഇപ്പൊ പണിയെടുത്തതിനൊക്കെ കൊണുണ്ടായ മതിയാനുമ്മ. കുൽസുവാ മൈമുട്ടിയെ, കുൽസുവാ എടി കുൽസുവാ, കുൽസുവാ. ഇമ്മ ആഴ്ചത്തല്ല വിളിക്കണേ. മൈമുട്ടിയെ, മൈമുട്ടിയെ. അതാ ആഴ്ചത്തൊക്കെ തപ്പിച്ചാൻ ശരിമ്മ. അജാത്താ അജാത്താ ഒന്ന് പിടിച്ചോമ്മ. എന്ത് പറ്റി? ഒന്നുമില്ലേടി, ഒരു പനി, ചെറിയ പനിയുള്ളൂ. ഇനി കഞ്ഞി വെച്ചോണേ, കുറച്ച് കഞ്ഞിന്റെ വെള്ളം തരും. എനിക്ക് ഉപ്പിട്ട് കുടിക്കാനാണ്. എനിക്ക് തീരെ വെച്ച. ഇത് പറയണ്ട ആദ്യം ഇതൊക്കെ. അജാത്താ നമുക്ക് ആശുപത്രിയിലൊന്ന് പോയി വന്നാലോ? എന്റെ ആശുപത്രിക്ക് ഒന്നും പോണ്ടേ, മാറിക്കോളൂ. അയ്മുട്ടിയെ ഇത് പോയിട്ടില്ല. കഞ്ഞിന്റെ വെള്ളം എടുത്ത് തുറന്നാ പനിക്കുള്ള ഗുളിക ഉണ്ട് അവിടെ കൊണ്ടോ? ഞാൻ കൊണ്ടുവരാം. കഞ്ഞിനാളെ കുടിക്കും. ആ പെട്ടൊന്ന് കുടിച്ചു. ഇതൊന്നും വെച്ചുണ്ടാക്കിയിട്ടില്ലല്ലോ. ചോറ കഞ്ഞി എന്താ വേണ്ടി ചോർന്ന് കൊണ്ടുവരാ? വേണ്ട, എനിക്ക് വെള്ളം മതിയായി. അന്ന് തീരെ വെച്ചെങ്ക അമീദിനോട് പറഞ്ഞിട്ട് അസീലാനോട് കൊണ്ടുവരാൻ പറയേ. വേണ്ട വേണ്ട, അവളൊന്നും കൊണ്ടുവരണ്ട. ഞാൻ തന്നെ ചാറ്റന്മാരെ കൊണ്ടിരുന്നേ. എന്റെ പനിയാണ്. 2 ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും. ഈ വെജാത്ത സമയത്ത് ഇവിടെ ഒറ്റക്ക് എന്ത് കാട്ടാനാണ്?
എന്റെ മകള് പേരാലും വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ വാസി വട്ടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ മരുമകളൊന്ന് കൊണ്ടുവരാൻ പറ അമീദിനോട്. വേണ്ട വേണ്ട, ആരും വേണ്ട. ഈ ദിവസം ഞാൻ ഒറ്റക്കല്ലേ, ഞാൻ തന്നെ മതി. അല്ല മാമുട്ടി എടുത്തു പനിക്കുള്ള ഗുളി ഓടുന്നത്. ഇമ്മ അവിടെ ഇല്ലേ, ആകെ ഒന്നല്ലേ ഉള്ളേനോ. അത് നോക്കുന്നതിന് തലവേദന എന്തോ വന്നപ്പോ എടുത്ത് കുടിച്ചു വരണോ. വേണ്ട, ഗുളിക ഒന്നും വേണ്ട, അത് അങ്ങനെ മാറിക്കോളും. ആ ഗുളികല്ലേ, ഇപ്പത്തെ പനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല. ജാമീദിനെ വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞ. വേണ്ട വേണ്ട മുട്ടിയ, എത്തിനാ ഓനൊക്കെ വിളിച്ചിടത്? ഓനെ വിളിച്ചണ്ട. അയച്ചോ, ഈ വെജാത്ത നേരത്തെ എന്റെ ഈ കുറ്റും പോരൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ ആ ചെക്കനോട് ആ പെണ്ണിനോട് കൊണ്ടുവരാൻ പറയേ. എന്തിപ്പോ ഉണ്ടായത്? ഇജ എന്റെ മരുവളെ മകന്റെ അടുത്ത് നിന്ന് അകറ്റാൻ കൊറേ നോക്കി. പടച്ചോൻ എന്റെ മകനെ എന്റെ അടുത്ത് കൊണ്ട് അകറ്റി. ഈ കുറ്റും പോരോണ്ടൊക്കെ എന്താ ഉണ്ടാവണം അയച്ചോ? ഇജ അതൊന്ന് മനസ്സിലാക്കണ്ടോ? ഞാനൊന്ന് കിടക്കട്ടെ, ഈ തല പൊണ്ടില്ല. അല്ല, വല്യമ്മാന്റെ കുട്ടിപ്പോ എത്താ തീരുമാനിച്ചിക്കണു? അന്റെ ഉമ്മ ഇപ്പൊ ഏതായാലും അവിടെ നിന്നാണ് ഇജ്ജ് പോകുക എന്നും പറഞ്ഞാണ്ടാണ് നിക്കണത്. ഇജ്ജിപ്പോ എത്താ പറയേ? ഞാനിപ്പോൾ എന്താ ചെയ്യലിമ്മ? ഞാൻ ഇപ്പോൾ ചെയ്ത്താനും കള്ളിയും നടുവില്ല. എന്തായാലും പെട്ടി സാധനങ്ങളൊക്കെ അവിടെയാണ്, അവിടെ നിന്ന് തന്നെ പോകേണ്ടി വരും. അല്ല കുട്ടിയെ, ഇനിയിപ്പൊ അവിടെ നിന്ന് പോകുകയാണെങ്കിൽ ഫസീലാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അതിന് എൻ്റെ ഉമ്മ സമ്മതിച്ചൂലല്ലോ. എത്താ നമ്മള് കാട്ടുക? അതന്നെ ഇപ്പം ഞാനും ആലോചിക്കണത്. ആകെ തലപ്പില്ലാന്ന് പിടിച്ചു. ഹലോ ഹലോ, അസ്സലാമലൈക്കും. അസ്ലാം, ഞാൻ വീട്ടിലുണ്ടേ. എടാ, എന്റെ ഉമ്മക്ക് തീരെ സുഖമില്ല, പനിയാണ്. ഞങ്ങൾ കുറെ ആസ്പത്രിക്ക് പോകാന്ന് പറഞ്ഞു, ഉമ്മ സമ്മതിക്കണില്ല. ആ, ഇതൊന്ന് വേഗം ഒന്ന് ആസ്പത്രിക്ക് കൊണ്ടുപോയനു. ആ, നല്ല പനിയുണ്ടോ? പനി നല്ലോണ്ടേ. ആ, എന്നാ ഞാൻ വരാണ്ട്, നമുക്ക് കൊണ്ടുപോവാം. ആ, ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ, ഞാൻ വാ. ആരാ കുട്ടിയെ എത്താ പറഞ്ഞത്? അത് മാമുട്ടിയൊക്കെ വിളിച്ചിരുന്നതേ. ഇമ്മക്ക് നല്ല പനിയാത്രേ. അപ്പോൾ ഓള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇമ്മ സമ്മതിച്ചിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് കൊണ്ടുപോട്ടെ. മമ്മി പോരെന്നാല്. അന്ന് ഇവിടെ ഇരിക്കും, ഇപ്പൊ വരാന്. എന്റെ കുട്ടി എത്ര എങ്ങനെയാണെങ്കിലും എന്റെ കുട്ടിയല്ലേ. എത്ര കാട്ട് കുറച്ചോന്നെ എന്റെ കുട്ടി. ഫസീല, എന്തൊക്കാ? എടി മാമുട്ടിയൊക്കെ വിളിച്ചിരുന്നു. ഇമ്മക്ക് നല്ല പനിയാത്രേ. ഞാൻ ഉമ്മാനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചു വരാം കേട്ടോ. എന്നിക്കാ ഞാനും പോരാ. മാണ്ട, ഇജ്ജ് പോരൊന്നും മാണ്ട. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. എന്നെ കണ്ടാണ്ട് ഓളെ പനി കൂടൊന്നും മാണ്ട. ആ ആ അമിതേ, ഉമ്മക്ക് നല്ല പനിയുണ്ട്. പനിയുണ്ടോ? ആ, ഹോസ്പിറ്റലിക്ക് കൊണ്ടേക്കണം. അമ്മ പറഞ്ഞിട്ട് കേൾക്കണില്ല. പോയോക്കട്ടെ. ആ, ഇതേ ഞാൻ അവളോട് ആസ്പത്രിക്ക് പോകാൻ പറഞ്ഞിട്ട് അവള് കേൾക്കണില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. കുഞ്ഞോ, എന്റെ കുട്ടിക്ക് എത്തല്ല പഠിക്കാനൊക്കെ ഉണ്ടായതിപ്പോ. കുട്ടി മഴ കണ്ടില്ലോ. എത്താടിയോ ഇമ്മ വെജെങ്കിൽ ഒന്നും എന്നെ കുളിച്ചുള്ളേ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലേ, ഒന്ന് മാറ്റിക്കാണി, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അന്നോട് ആരെങ്ങോട്ട് വരാൻ പറഞ്ഞത്? അന്നെ ഞാൻ വിളിച്ചിരുന്ന. എനിക്ക് ആശുപത്രി പോകാനറിയാം. എനിക്ക് നിങ്ങൾ ആരും ഒത്താസം വേണ്ട. ആഴ്ചങ്ങോ ചെലക്കാൻ പോയി മാറ്റിക്കോ. ഓനല്ലാതെ പിന്നെ ആരെന്നെ കൊണ്ടുപോകാൻ വരുന്നു? അന്റെ ബാക്കിയൊക്കെ വരഞ്ഞി. അച്ഛോ, ഈ പോന്റെ ആസ്പത്രിയിൽ പോയിക്കോ, അല്ലെങ്കിൽ വാശി പിടിച്ചാൽ ആളുണ്ടാവില്ല. ആയിക്കോട്ടെ, ഉമ്മാന്റെ കുട്ടി മാറ്റിക്കാ. ചെല്ലേ ഈ ചനിമാന്റെ കുട്ടി ചെന്ന വെജ ആയിക്കൂട്ടി പോക്കും വെജാതായാലോ. ഞാൻ എത്താഞ്ഞു പോ. അമിത, ഞാൻ പോരണ ആസ്പത്രിക്ക്? വേണ്ടേ, ഞാൻ കൊണ്ടേക്കോളാം. തന്നെ? ആ, ഞാൻ കൊണ്ടേക്കോളാം. എന്നാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ടിരിക്കാം. ആ, ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോളാം. എന്നാ പോയിമ്മ.
ബസ്സില മോളെ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ. എന്താപ്പാ ഞാൻ പോകുമ്പോ അമീദ് വല്യമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ, ഓരൊക്കെ അങ്ങോട്ട് പോയി. അടുത്ത അമ്മാക്ക് നല്ല പനിയാണല്ലോപ്പാ. അപ്പൊ ഇക്ക ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുനടക്കാണ്ട് പോയതാ. അപ്പൊ വല്യമ്മയും പോയതാ. അപ്പം ഇന്ന് അമീദ് പോയപ്പോ ഉപ്പാന്റെ കുട്ടിക്കൊന്ന് പോയി കൂടാനോ കൂടെ. ഞാൻ ചോദിച്ചുപ്പാ ഞാനും പോരാന്ന്. അപ്പൊ ഓര് പോയി തരാന്നാ പറഞ്ഞത്. ഉപ്പാന്റെ കുട്ടി ഒന്നൊന്ന് വിളിച്ചു നോക്കാം, എന്തായിന്നല്ലേ അറിയാലോ. ഞാൻ വിളിച്ചോക്കട്ടെ എന്നാ. അമിതേ ഉമ്മാനെ ആസ്പത്രി കൊണ്ടുപോയില്ലേ? എന്താ ഡോക്ടർ പറഞ്ഞു? ഇരിക്ക്. ഇക്ക ഇമ്മാനെ കൊണ്ടുപോയിട്ട് എന്തായി? നല്ല പനിയാണ്, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാണ്. ഇപ്പൊ 2 ദിവസം മരുന്ന് തന്നു ഡോക്ടർ. ഏതായാലും നോക്കട്ടെ 2 ദിവസം കഴിഞ്ഞിട്ട്. അല്ല ഉമ്മ ഒറ്റക്കല്ല അവിടെ? അല്ലപ്പാ വല്യമ്മ ഉണ്ട് അവിടെ, വല്യമ്മ വന്നിക്കണം. അല്ല ഇക്ക അന്ന് പെണ്ണുമ്മാക്ക് വിളിച്ചിട്ട് പെണ്ണുമ്മാട് വരാൻ പറഞ്ഞോണ്ടേനു. പെണ്ണുമാക്കൊക്കെ ഞാൻ വിളിച്ചു. ഓളെ കുട്ടികളെ സ്കൂളിൽ മുടക്കിനോട് കൂടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് അവള് പറയും. ഇപ്പൊ ഫസീലെല്ലാം ഞാനൊന്ന് കൊണ്ടുപോയാലോ, എന്താ നിങ്ങളെ അഭിപ്രായം? ഇമ്മക്ക് തീരെ വയ്യ, എന്തെങ്കിലും ഒരു കഞ്ഞിരോളം എടുത്തു കൊടുക്കുന്ന ഒരാള് വേണം അവിടെ. പിന്നെ അവിടെ എല്ലാം വല്യമ്മയാണ്. വല്യമ്മക്ക് അത്രയും സുഖമില്ലാത്ത ആളല്ലേ, എന്താ നമ്മൾ ചെയ്യാ? അമീദേ ഞാൻ എന്നോട് ഇപ്പൊ പറയാൻ നിക്കാണ്, ഉപ്പാന്റെ കുട്ടി വന്നപ്പോ പോയിക്കോ. വെജാതെ കിടക്കുമ്പോഴല്ല നമ്മൾ ഈറിയും പോലെയും കാട്ടുന്നത്. എങ്ങനെയാണല്ലോ ഓന്റെ അമ്മയല്ലേ, ഉമ്മാനെ നോക്കൽ എന്റെ കടമയാണ്. അതിന് പഠിച്ചോ നടക്കുക ഇതിന്റെ കൂലി തന്നു. ഫസീല എന്നാ ഡ്രസ്സ് മാറ്റിക്കോ, നമുക്ക് പോവാം. കാക്കു താത്ത പോവാണല്ലോ കെട്ടിച്ചോടത്തേക്ക്. ആരെന്നോട് പറഞ്ഞു? ആള് ഞാൻ കണ്ടു കൊണ്ടുപോകാൻ വന്നത്. എന്താ പെട്ടെന്ന്? താത്താന്റെ അമ്മായിമാക്ക് പനിയാണല്ലോ, അപ്പൊ അതിനെ നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോവാണ്. ഓൾ എത്ര കിട്ടിയാലും പഠിച്ചൂല. എടാ അടുത്ത അമ്മാക്ക് തീരെ സുഖമില്ലാന്ന് പറഞ്ഞാൽ ഇക്കാനൊപ്പം ഒന്ന് പോയി തരാം. ഇത്രയൊക്കെ എന്നാ തള്ള കാട്ടിക്കൂട്ടിട്ട് ഇഞ്ചിന്റെ കാലോട്ടിക്ക് പോവാണ്. ഇപ്പൊ എപ്പോഴും പോകാത്ത അവർക്ക്. എടാ ഓന്റെ ഉമ്മാക്ക് തീരെ സുഖമില്ലത്രേ, ഈ സമയത്ത് തന്നെ ഓള് പോകേണ്ടത്. ഇത്തിരി ഐറ്റങ്ങൾ ആരും ഒന്നും പഠിച്ചില്ല. നീ എന്താ ഒക്കെ പഠിച്ചാ? ഇത് ആരും പഠിക്കാനും പഠിപ്പിക്കാനും കളിയാ. എന്റെ അമ്മ സുഖമില്ലാതെ നടക്കാണ്. എന്തൊക്കെ കാട്ടിയാലും പറഞ്ഞാലും എനിക്ക് എന്റെ അമ്മ വലുത് തന്നെയാണ്. അളിയനെ അളിയന്റെ അമ്മ വലുതന്നെ കയറാം, പക്ഷെ എനിക്ക് എന്റെ പങ്കൾ വലുതാണേ. അതൊക്കെ ചിലക്കാരെ ഉള്ളിൽ പോയിക്കാടാ. ഫസീല ഉപ്പാന്റെ കുട്ടി പോയിക്കാ ഓന്റെ ഒപ്പം.